ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കണ്ണാടി ചെടികളൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ തീരുമാനിച്ചിട്ടാ. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചക്കറി വളവും കരിയില പൊടിച്ചതുമാണ് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എല്ലാത്തിനും അത് തന്നെ ഇടുന്നത്. പിന്നെ കുറച്ച് മണ്ണിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അതിൻ്റെ മൂട്ടിലൊക്കെ മണ്ണ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിലുള്ള വലിയ കല്ലുകളും ചരലുകളൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചട്ടിയിലിട്ട് വെക്കുന്നതല്ലേ. പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ വളമാണ്. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കും. വേറെ ഒരു വളമൊന്നും ഞാൻ ഇടുന്നില്ല. പിന്നെ ഈ കരിയില പൊടിച്ചതും കൂടിയാണ് അതിനിടയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ അതും കൂടി ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. കരിയില പൊടിച്ചതും കൂടി അത് ഞാൻ കഞ്ഞോളമൊക്കെ ചേർത്ത് കുതിർത്ത് വെച്ചിട്ട് പിന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഇലകൾ ഇത് കണ്ടോ, ഈ നീളത്തിന് ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാതെ തുമ്പിൽ മാത്രമേ ഇലയുള്ളൂ. ബാക്കി ഇങ്ങനെ നീളത്തിന് ഒരു ഭംഗിയില്ലാണ്ട് അതിൻ്റെ തണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് നിർത്തിയിട്ട് ഒരു കാര്യമില്ല, ഒരു ഭംഗിയില്ല, നല്ല ബുഷിയായിട്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി പുതിയ തലപ്പുകൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിർത്തിയിട്ട് പഴയതൊക്കെ അങ്ങ് ഒഴിവാക്കി അതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞ് കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് മണ്ണും വളമൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്നായിരുന്നു കേട്ടോ ചെടികൾ. ഇത് കണ്ടോ, സൈഡിൽ മഞ്ഞ കളർ വന്നിട്ട് നടുക്ക് നല്ല ഡാർക്ക് ചുവപ്പ് വന്ന് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ബുഷിയായിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ. അതാ കോഴികൾ വരുന്നുണ്ട്. പച്ചക്കറി വളം എടുക്കുന്ന കണ്ടതുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ. അവർക്ക് അത് കാണുമ്പോൾ വിരുവിരുപ്പാണ്. അതിലുള്ള പുഴുക്കളും മറ്റൊക്കെ കൊത്തി തിന്നാനേ ചകഞ്ഞൊരു പരുവാക്കും. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ ഓട്ടിച്ചു കേട്ടോ. ഇത് മറ്റൊരു ചെടിയാണ്, ഇളം പച്ച കളറിലുള്ള നല്ല കിളിപ്പച്ച കളറിലുള്ള ഇലയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറ്റ കളറാണ്. പക്ഷേ നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ അതിലും ഇതുപോലെ ഇങ്ങനെ തണ്ടുകൾ മാത്രമായിട്ട് നിൽക്കുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് അതിലേക്ക് മണ്ണും പച്ചക്കറീൻ്റെ വളവും അതുപോലെ കരിയില പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തു. അത് ഞാൻ റെഡിയാക്കി വെച്ചു. ഇത് മറ്റൊരു ചെടിയാണേ, പുളിയില പോലെ ഇല വരുന്നൊരു ചെടിയാണ് കേട്ടോ. ഇതിലും പച്ചയും നല്ല ഡാർക്ക് ബ്രൗണും ഒക്കെ ആണ് എങ്കിലും ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇതും നല്ല ബുഷിയായിട്ട് നിന്ന് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതും ഞാൻ അതുപോലെ ഭംഗിയില്ലാത്ത ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതിലേക്കും മണ്ണും അതുപോലെ തന്നെ പച്ചക്കറീൻ്റെ വളവും കരിയിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ആകെ ചേർക്കുന്ന വളം ഇതാണ് കേട്ടോ. ഇത് മാത്രം മതിയെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് നല്ലോണം ചെടികളും പച്ചക്കറികളായിട്ട് നല്ലതുപോലെ ആയി കിട്ടുന്നുണ്ട്. ഈ ഒരു വളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, വേറൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മറ്റൊന്നാണ്, ഇതിൽ ഞാൻ കല്ല് വറക്കി വെച്ചിരിക്കുന്നത് കോഴി ചകഞ്ഞ് കളയാതിരിക്കാനാണ്. ഇത് വേറൊരു ടൈപ്പ് ഇലയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്, ചെറിയ ചുവപ്പും ഒക്കെ വന്നിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വളവും കരിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കല്ല് ഞാൻ അതിൽ പറക്കി വയ്ക്കും കേട്ടോ. കല്ല് പറക്കി വയ്ക്കുമ്പോൾ കോഴി അധികം ചകഞ്ഞ് കളയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ കല്ല് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കി ചെടികൾക്കൊക്കെ ഞാൻ പച്ചക്കറീൻ്റെ വളം ഇട്ട് കൊടുത്തു. അതിങ്ങനെ മാസത്തിലൊരിക്കൽ ഈ വളം ഞാൻ ചെടികൾക്കും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല വളമാണ്, മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ പച്ചക്കറീൻ്റെ വെള്ളം കൂടി 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഞാൻ ഭംഗിയാക്കി എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ബൈ എന്നാൽ, ശരി എന്നാൽ.